ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലയാളം സീസൺ 7 ബിഗ് ബോസ് 85th റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഞാൻ സൺഡേ എപ്പിസോഡിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെല്ലാവരും കണ്ടിരുന്നു ആര്യനായിരുന്നു എവിക്റ്റ് ആയിരുന്നത്. അത് ഈ പറഞ്ഞ പോലെ കുറേ പേര് പറയുന്നുണ്ട് അതും ഒരു ടൈപ്പ് അൺഫെയർ എവിക്ഷനാണ്, ജിസേലിനെ പോലെ തന്നെ എന്നുള്ളത്. അത് എനിക്കും തോന്നി. കാരണം കഴിഞ്ഞ ആഴ്ച നെവിനായിട്ടാണ് കുറേ ഇഷ്യൂസ് ആ വീട്ടിനകത്തുണ്ടായിരുന്നത്. എന്നിട്ട് പോലും നെവിനെക്കാട്ടിലും വോട്ട് കുറവാണ് ആര്യന് കിട്ടിയതെന്ന് പറയുമ്പോൾ എനിക്കും അത്ര അങ്ങോട്ട് തോന്നുന്നില്ല. കാരണം ആര്യൻ എല്ലാ ഗെയിംസായിട്ട് ഇപ്പോൾ ഈ അടുത്ത് നന്നായിട്ട് തന്നെ ആക്റ്റീവാണ്. ക്യാപ്റ്റനായി കുറേ കാര്യങ്ങൾ ആര്യൻ ചെയ്യുന്നുണ്ട്. അതേപോലെ അത്ര വലിയ ഫൈറ്റോ ഇഷ്യൂസോ ഒന്നും ആര്യൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ടും ആര്യൻ എവിക്റ്റായി എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു അൺഫെയർ പോലെ എനിക്കും തോന്നി. എന്താണെങ്കിലും നെവിൻ സേവായി, അതൊക്കെയായിരുന്നു. പിന്നെ നമ്മൾ സൺഡേ എപ്പിസോഡിൽ മെയിനായി കണ്ടിരുന്നത് വെസൽ നേരെ കഴുകാത്തതും, പിന്നെ ഇവർ കൂടുതൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് അത് വേസ്റ്റ് ആക്കുന്നതും, ഇവർക്ക് അളവറിയാതെ കൂടുതലും ചോറ് വെക്കുന്ന ഇഷ്യൂ, അങ്ങനെ അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. എന്താണെങ്കിലും അതെല്ലാം കഴിഞ്ഞു. ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ എല്ലാ സീസണിലുള്ളതുപോലെ തന്നെ പണപ്പെട്ടി ടാസ്ക് ആയിരുന്നു. അപ്പോൾ അതിനകത്ത് ഇത്തവണ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടൊരു ഗെയിമിനകത്ത് ഒരു വലിയൊരു ട്വിസ്റ്റും കാര്യങ്ങളും കൊണ്ടുവന്നിരുന്നു. എനിക്ക് തോന്നുന്നു ആതിരി നൂറി അനുമോളൊക്കെ കൂടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടിട്ടായിരിക്കാം ഡയറക്റ്റ് പെട്ടി വെച്ച് കഴിഞ്ഞാൽ അത് ആരെങ്കിലും ആദര പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് എടുത്തിട്ട് പോകും, കാരണം ഒരാൾ ടോപ്പ് 5 എത്തും, ഒരാൾക്ക് പെട്ടിയും കിട്ടും എന്ന് പറയുന്നുണ്ട്. അത് കേട്ടിട്ടായിരിക്കാം മേ ബി ബിഗ് ബോസ് ഗെയിം തന്നെ മൊത്തത്തിൽ മാറ്റിമറിച്ചത്. കാരണം ഇത്രയും ഇപ്പോൾ 6 സീസണും പണപ്പെട്ടി, എനിക്കൊരു ഫസ്റ്റ് സീസണിൽ ഇല്ല തോന്നുന്നു പണപ്പെട്ടി, സെക്കൻഡ് സീസണിലും ഗെയിം പകുതിക്ക് വെച്ച് നിന്നു. അപ്പോൾ എന്താണെങ്കിലും എന്താ പറയുക ഡിസ്കഷനൊക്കെ കേട്ടിട്ട് ബിഗ് ബോസ് വലിയൊരു പണി കൊടുത്തു. ഇത്രയും നാളത്തെ എന്താ പറയുക കഴിഞ്ഞ സീസണിലൊന്നും ഇല്ലാത്തതുപോലെ തന്നെയാണ് പുതിയൊരു ടാസ്ക് കൊടുത്തത്. എനിക്ക് തോന്നുന്നു മറ്റുള്ള ബിഗ് ബോസിലും ഇത്രയും വലിയ ഒരു ടാസ്ക് കണ്ടിട്ടില്ല. ഞാൻ തമിഴ് ബിഗ് ബോസും ഇടയ്ക്ക് കാണാറുള്ള ഒരാളാണ്. അവിടെയും ഈ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ടാസ്ക് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എന്താണെങ്കിലും ഇവർ തമ്മിലുള്ള ഡിസ്കഷൻ മൊത്തത്തിൽ പൊളിയായി. ഇവർക്ക് വലിയൊരു പണിയും കിട്ടി, അതിലേക്കാണെങ്കിലും ഇവർക്കാണെങ്കിലും. അപ്പോൾ ഈ പുതിയ ടാസ്ക് വളരെ നല്ല ടാസ്ക് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. കാരണം ഏറ്റവും കൂടുതൽ എന്താ പറയുക ക്യാഷ് കിട്ടുന്ന ആൾ എന്താ പറയുക ഈ ഒരു പ്രൈസ് മണിയിലോട്ട് ഡിഡക്റ്റ് ചെയ്യും, അവർക്കത് സ്വന്തമാക്കാം. ആരും എനിക്ക് തോന്നുന്നു പുറത്ത് പോകേണ്ട ആവശ്യവുമില്ല, എക്സ്ട്രാ അവർക്ക് പൈസയും കിട്ടും പ്രൈസ് മണിയിൽ നിന്ന് കുറച്ചിട്ട്. നല്ലൊരു ടാസ്ക് പോലെ എനിക്ക് തോന്നുന്നു. എല്ലാവരും ഈക്വലായിട്ട് പാർട്ടിസിപ്പേറ്റും ചെയ്യും ഈ ടാസ്ക് ആകുമ്പോൾ. പക്ഷേ നവീൻ അപ്പോൾ ഈ പറഞ്ഞ പോലെ ബിഗ് ബോസ് ലാലേട്ടന് വലിയൊരു 8 പണി കൊടുത്തത് കാരണം നവീന് പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലെങ്കിൽ നവീൻ്റേതായിട്ടുള്ള രീതിയിൽ കളിച്ചിട്ട് മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് കിട്ടിയ ആ ഒരു എമൗണ്ട് ഈക്വലി ഡിവൈഡ് ചെയ്തു. സെക്കൻഡ് കിട്ടിയ വലിയൊരു 15,000 എമൗണ്ട് അക്ബറിനാണ് കൊടുത്തത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പേഴ്സണലി തോന്നിയത് ഫസ്റ്റത്തെ കിട്ടിയ എമൗണ്ടും അക്ബറിന് മാത്രമായിരിക്കും കൊടുക്കുന്നുള്ളത്. പക്ഷേ നവീൻ അത് ഈക്വലി ഡിവൈഡ് ചെയ്തു. എന്നാലും സെക്കൻഡ് അക്ബറിന് കിട്ടി. മൂന്നാമത്തേത് 27 എനിക്ക് തോന്നുന്നു അത് കിട്ടിയിരിക്കുന്നത് നൂറയ്ക്കല്ല ആദിലേക്കാണ് അത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ടാസ്ക് എല്ലാം വളരെ നല്ലതായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്നത്തേലും വലിയ പുതിയ ട്വിസ്റ്റും കാര്യങ്ങളാണ് തോന്നുന്നു ആ മണി ടാസ്കിലുള്ളത്. മൊത്തത്തിൽ നന്നായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവരുടെ ഇന്നലെ അത്യാവശ്യം വഴക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ ആൾക്കാരും ഒരേപോലെ നോമിനേഷനിലുണ്ട് 100 ഒഴിച്ച്. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും തന്നെ നോമിനേഷനിലുണ്ട് ഇത്തവണ. അത് എനിക്ക് എല്ലാ സീസണിലും ഉണ്ടാവുന്നതാണ്. ഒരു വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ടാവും. എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് വീക്കിൽ ക്യാപ്റ്റൻസിയും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ കൂടുതലും കിച്ചൺ റിലേറ്റഡ് ഇഷ്യൂസ് ഒന്നും നമ്മൾ കണ്ടില്ല. ചെറിയ കോമഡിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ അനീഷ് ആണെങ്കിലും ഷാനവാസ് ആണെങ്കിലും എല്ലാവരും ഒന്നിച്ച് നന്നായിരുന്നു. എനിക്കൊന്ന് അക്ബറും എന്താ പറയുക നവീനും മാത്രമാണ് മാറി നിന്നിട്ട് അവർ പറഞ്ഞിരുന്നത്. കാരണം ഇങ്ങനെ എല്ലാവരും നോമിനേഷനിൽ വന്നത് നന്നായി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് ആയിരിക്കും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നുണ്ടാവുക എന്ന് ഇവർ പറഞ്ഞു. അത് വളരെ കറക്റ്റാണ്. കഴിഞ്ഞാഴ്ച ഏറ്റവും കൂടുതൽ ഇഷ്യൂ ഇവർ രണ്ടുപേരും ഇടയ്ക്കായിരുന്നു. ഇവരായിരുന്നു കഴിഞ്ഞാഴ്ചത്തെ മെയിൻ കൾപ്രിറ്റ്. ഇവർ രണ്ടുപേരും ആര്യൻ പിന്നെ പുറത്താവുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ നമ്മുടെ എപ്പിസോഡിൽ മെയിനായിട്ട് കണ്ടിരുന്നത്. പിന്നെ നമ്മൾ കണ്ടിരുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഇവരെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വീട്ടുകാർ ഡിസ്കസ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ എത്രയുള്ളൂ, ബൈ.